ടി ചന്ദ്രശേഖരന്റെ കൊലപാതക കേസിലെ പ്രതികൾ എന്നും കേരളത്തിൽ ഒരു VIP പരിഗണന കിട്ടിയിട്ടുള്ള പ്രതികളാണ്. അതിന്റെ കാരണം CPIM പാർട്ടിക്ക് വേണ്ട ഏറ്റവും വലിയ ദൗത്യം നിർവഹിച്ചു എന്നുള്ളതാണ് അവർ ചെയ്തിട്ടുള്ള ഒരു കാര്യം. ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ 51 വെട്ടുവെട്ടിയിട്ട് അതിനിഷ്ഠൂരമായി കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഈ കൊടും ക്രിമിനൽ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾ. എന്നാൽ കേരളത്തിന്റെ നിയമസഭയിൽ ഇന്ന് മുഖ്യമന്ത്രി ഈ കൊടും ക്രിമിനലുകൾക്ക് കൊടുത്ത പരോളിനെ കുറിച്ച് ഒരു വിശദീകരണം നൽകുകയുണ്ടായി. എത്രയാണ് ഇവർക്ക് പരോൾ നൽകിയത് എന്ന് 2016 മുതലുള്ള കാലയളവിലുള്ള ലിസ്റ്റാണ് മുഖ്യമന്ത്രി ആ നിയമസഭയിൽ കൊടുത്തത്. KC രാമചന്ദ്രന് 1081 ദിവസം, ട്രൗസർ മനോജിന് 1068 ദിവസം, അണ്ണൻ സജിത്തിന് 1078 ദിവസം, TK രജീഷിന് 940 ദിവസം, മുഹമ്മദ് ഷാഫിക്ക് 686 ദിവസം, കിർമാണി മനോജിന് 851 ദിവസം, NC അനൂപിന് 900 ദിവസം, സിനോജിന് 925 ദിവസം, റഫീഖിന് 750 ദിവസം. കേരളത്തിലെ ഏറ്റവും നിഷ്ഠൂരമായി ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ഏറ്റവും ക്രൂരമായിട്ടുള്ള ക്രിമിനലുകൾക്ക് ഈ സർക്കാരും സംവിധാനങ്ങളും ഉപയോഗിച്ച് കൊടുത്ത പരോളിന്റെ ദിവസത്തിന്റെ എണ്ണമാണിത്. ഏകദേശം 3 വർഷത്തോളമാണ് അവർക്ക് പരോൾ അനുവദിച്ചത്. ഈ 1000-ലധികം ദിവസം എന്ന് പറഞ്ഞാൽ 3 വർഷത്തെ അധികമാകും. ഇവർക്ക് ഈ പരിഗണന കിട്ടാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്താണ്? CPIM എന്ന് പറയുന്ന പാർട്ടി ഈ കേരളത്തിൽ ഭരിക്കുകയും അതിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയി എന്നുള്ളതിന്റെ ഒരൊറ്റ ആനുകൂല്യം മാത്രമാണ് ഇത്രമേൽ പരോള് ഇവർക്ക് അനുവദിക്കാൻ കാരണം. ഏതൊക്കെ ലീവ് എന്നറിയോ? ഒന്ന് എമർജൻസി ലീവ്, ഒന്ന് കോവിഡിന്റെ ലീവ്, ഒന്ന് ഓർഡിനറി ലീവ്. നമ്മൾ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ കൊടുക്കുന്ന പോലെയാണ്. അല്ലെങ്കിൽ ഏറ്റവും ഉയർന്ന തസ്തികയിലുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അവരുടെ പ്രത്യേകമായ ലീവൊക്കെ ഉണ്ടാവാറുണ്ട്. അതുപോലെയാണ് ഈ കൊടും ക്രിമിനലുകൾക്ക് ഈ സർക്കാർ ലീവ് അല്ലെങ്കിൽ പരോള് അനുവദിച്ചിരിക്കുന്നത്. വെറുതെയല്ല കേരളത്തിൽ ഈ പാർട്ടിക്ക് വേണ്ടി കൊല്ലാനും കൊല്ലിക്കുവാനും ഒക്കെ ഇവർ നടക്കുന്നത്. എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾക്ക് നടക്കുമെന്നുള്ളൊരു വിചാരത്തിൽ നിന്ന് തന്നെയാണ്. അതിനെയാണ് ഈ ജനാധിപത്യ കേരളവും ഇവിടുത്തെ നിയമവ്യവസ്ഥയിൽ അംഗീകരിക്കുന്നവരുമൊക്കെ ചെറുത്തു തോൽപ്പിക്കാൻ ആവശ്യമായ ജനാധിപത്യ പോരാട്ടത്തിൽ ഏർപ്പെടേണ്ടത് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാഴ്ചപ്പാട്.